PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും CSEB എക്സാമുകൾക്കും വേണ്ടി ഈയൊരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും 6ാമത്തെ മൊഡ്യൂളിലെ ജനറൽ ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഉള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ക്ലാസ്സസ് എന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ രണ്ടായി തരംതിരിക്കാം: ജനറൽ റിലേഷൻഷിപ്പ് ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ജനറൽ റിലേഷൻഷിപ്പിൽ വരുന്നത് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, ഏജൻറ്റ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പ്, ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ്, ട്രസ്റ്റി ആൻഡ് ബെനഫിഷ്യറി റിലേഷൻഷിപ്പ്, ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ് ഇവയൊക്കെയാണ്. നമുക്ക് ഓരോന്നും നോക്കാം. ജനറൽ റിലേഷൻഷിപ്പിൽ വരുന്ന ആദ്യത്തേത് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ഒരു ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും മണി ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ രണ്ട് കേസിലും വരുന്ന റിലേഷൻഷിപ്പാണ് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. When a customer deposits money with a bank, the customer becomes creditor and a bank becomes debtor. കസ്റ്റമർ ബാങ്കിൽ മണി ഡെപ്പോസിറ്റ് ചെയ്യുമ്പം കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്ക് ഡെറ്ററുമാണ്. നേരെ ഓപ്പോസിറ്റാണ് ലോൺ കൊടുക്കുമ്പോൾ when the banker lends money to his customer, the customer becomes debtor and the bank becomes creditor. ഇതാണ് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. രണ്ട് കേസാണ് വരുന്നത്. പ്രൈമറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. അടുത്തത് ഏജൻറ്റ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പ്. ജനറലി ബാങ്കേഴ്സ് റെൻറ്റ് ഏജൻസി സർവീസസ് ആസ് പെർ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഓർ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ്. ആസ് പെർ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഓർഡർ ഓഫ് ദെയർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ബാങ്കേഴ്സ് എന്തെങ്കിലും സർവീസ് കസ്റ്റമറിന് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏജൻറ്റ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പാണ്. നമ്മൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്കിൽ പഠിച്ചിട്ടുണ്ട് ഏജൻസി ഫങ്ഷൻ. എന്തൊക്കെയാണ് ബാങ്കിൻ്റെ ഏജൻസി ഫങ്ഷൻസിൽ വരുന്നത്? കളക്ഷൻ ഓഫ് ചെക്ക്, ബിൽസ്, ഡ്രാഫ്റ്റ് എക്സെട്ര, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ആക്ടിംഗ് ആസ് ആൻ എക്സിക്യൂട്ടർ അഡ്മിനിസ്ട്രേറ്റർ, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ലോൺസ്, ഇൻഷുറൻസ് പ്രീമിയം. ഇതെല്ലാം ബാങ്കിൻ്റെ ഏജൻസി ഫങ്ഷനാണ്, ഏജൻസി സർവീസസ് ആണ്. ഇത്തരം കേസിലെല്ലാം ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏജൻറ്റ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പാണ്. ഇവിടെ ഏജൻറ്റ് ബാങ്കാണ്, കസ്റ്റമറാണ് പ്രിൻസിപ്പാൾ. ജനറൽ റിലേഷൻഷിപ്പിൽ വരുന്ന മൂന്നാമത്തേത് ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ്. ബെയിലറും ബെയിലിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എന്താണ് ബെയിൽമെൻറ്റ്? ബെയിൽമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് പൊസഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾ ടു അനദർ പേഴ്സൺ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഒരു വസ്തുവിൻ്റെ പൊസഷൻ, കൈവശം വെക്കാനുള്ള അവകാശം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമറിൻ്റെ വാല്യുബിൾസ് അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ബെയിൽ ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ ഏൽപ്പിക്കുന്നു. ഇത്തരം കേസിൽ ബാങ്ക് ബെയിലിയും കസ്റ്റമർ ബെയിലറുമാണ്. ബാങ്കാണ് ബെയിലി, കസ്റ്റമർ ബെയിലറാണ്. ദ പേഴ്സൺ ഹൂ ട്രാൻസ്ഫർ ദ പൊസഷൻ ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് കോൾഡ് ബെയിലർ. ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെ ബെയിലർ എന്നും, ടു ഹൂം ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഈസ് കോൾഡ് ബെയിലി. ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുകൊണ്ട് ബാങ്കാണ് ബെയിലി. അടുത്തത് ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്. ബാങ്ക് ട്രസ്റ്റിയായും കസ്റ്റമർ ബെനിഫിഷ്യറിയായും വരുന്നത് ഏതൊക്കെ കേസിലാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡെപ്പോസിറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കസ്റ്റമർക്ക് ബെനിഫിറ്റ് കിട്ടുന്നു. ഇവിടെ കസ്റ്റമർ ബെനിഫിഷ്യറിയാണ്, ബാങ്ക് ട്രസ്റ്റിയാണ്.
രണ്ടാമത്തേത് വെൻ എ കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് ഹിസ് മണി ഇൻ ടു എ ബാങ്ക് വിത്ത് എ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ടു റീറ്റെയിൻ ദ മണി ടിൽ ഫർദർ ഇൻസ്ട്രക്ഷൻസ്. ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷനോട് കൂടി ബാങ്കിൽ മണി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, സാധാരണ ഡെപ്പോസിറ്റ് ആണെങ്കിൽ അത് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. എന്നാൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനോട് കൂടി മണി ഡെപ്പോസിറ്റ് ചെയ്യുന്ന കേസിൽ കസ്റ്റമർ ബെനഫിഷ്യറിയും ബാങ്ക് ട്രസ്റ്റിയുമാണ്. ഫ്ലെക്സി, കാസ ഇങ്ങനെ ഡെപ്പോസിറ്റുകളുടെ കോമ്പിനേഷനൊക്കെ വരുന്നുണ്ട്. ഒരു ഡെപ്പോസിറ്റിൽ നിന്നും മറ്റൊരു ഡെപ്പോസിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യണം എന്ന ഇൻസ്ട്രക്ഷനോട് കൂടിയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കേസിൽ കസ്റ്റമർ ബെനഫിഷ്യറിയും ബാങ്ക് ട്രസ്റ്റിയുമാണ്. മൂന്നാമത്തേത് വെൻ എ ചെക്ക് ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡെപ്പോസിറ്റഡ് വിത്ത് എ ബാങ്കർ ഫോർ കളക്ഷൻ. കളക്ഷന് വേണ്ടി ബാങ്കിൽ ചെക്ക് ബിൽസ് ഒക്കെ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്യുക. ചെക്ക് സാധാരണഗതിയിൽ ക്ലിയർ ചെയ്യുന്നത് ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ്. എന്നാൽ ചെക്കോ ബില്ലോ ഒക്കെ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ട്രസ്റ്റി ബെനഫിഷ്യറി റിലേഷൻഷിപ്പാണ്. ബെനിഫിറ്റ് കിട്ടുന്നത് കസ്റ്റമർക്കാണ്, അതുകൊണ്ട് കസ്റ്റമറാണ് ബെനിഫിഷ്യറി. അടുത്തത് ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ്. ബാങ്ക് കസ്റ്റമർക്ക് ഒരു സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ലീസിന് കൊടുക്കുമ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പാണ്. ബാങ്ക് ലെസ്സറും കസ്റ്റമർ ലെസ്സിയുമാണ്. കസ്റ്റമർ ഈ ലോക്കറിന് റെൻറ്റ് കൊടുക്കണം. റെൻറ്റ് കൊടുക്കുന്നതിൽ കസ്റ്റമർ വീഴ്ച വരുത്തിയാൽ ഈ ലോക്കർ ബ്രേക്ക് ചെയ്യാനുള്ള അധികാരം ബാങ്കർക്കുണ്ട്. കൂടാതെ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനത്തിൻ്റെ പുറത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുകയില്ല. ഈ ലോക്കറിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിക്ക് എന്ത് തന്നെ വന്നാലും, ഡാമേജ് ആവുകയോ കളവ് പോവുകയോ അങ്ങനെ എന്ത് തന്നെ വന്നാലും ബാങ്കർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ബാങ്ക് ലോക്കർ ജസ്റ്റ് ലീസിന് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കേസിൽ കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പാണ്. ബാങ്ക് ലെസ്സറും കസ്റ്റമർ ലെസ്സിയുമാണ്. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ജനറൽ റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അടുത്തത് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ ബാങ്കിന് കസ്റ്റമറോടുള്ള ഒബ്ലിഗേഷനും അതുപോലെ ബാങ്കിൻ്റെ ഡ്യൂട്ടീസുമാണ് വരുന്നത്. ആദ്യം ഒബ്ലിഗേഷൻ ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക്. കസ്റ്റമറുടെ ചെക്ക് ഹോണർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ബാങ്കിൻ്റെ ഒരു ഒബ്ലിഗേഷനാണ്. ഇതൊരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനാണ്. ബാങ്ക് ഒരു ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ചെക്കിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതായത് സ്റ്റെയിൽ ചെക്ക് ആവരുത്. സ്റ്റെയിൽ ചെക്ക് മീൻസ് എക്സ്പയർ ആയ ചെക്കിനെയാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത്. ഒരു ചെക്കിൻ്റെ കാലാവധി 3 മാസമാണ്. 3 മാസത്തിനുള്ളിൽ തന്നെ ചെക്ക് ക്ലിയറൻസിന് പോയിരിക്കണം. ഇൻകംപ്ലീറ്റ് ചെക്ക് ആവരുത്. എല്ലാ കോളംസും പ്രോപ്പറായി ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. സഫിഷ്യൻറ്റ് ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. പിന്നെ ആ അക്കൗണ്ടിൻ്റെ പുറത്ത് ഗാർണിഷ് ഓർഡറൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആയാൽ ബാങ്ക് ഈ ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക്. അടുത്തത് ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ സീക്രസി ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചാൽ ഉടനെ കസ്റ്റമറിൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ബാങ്ക് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ചില കേസിൽ എ ബാങ്കർ ഈസ് പെർമിറ്റഡ് ടു ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ചില കേസിൽ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാം. അതിലൊന്നാമത്തേത് ബൈ കമ്പൾസറി ഓഫ് ലോ. അതായത് ഇൻകം ടാക്സ് ആക്ട്, കമ്പനീസ് ആക്ട്, RBI ആക്ട്, BR ആക്ട്, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്. ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാം. അത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നിയമാനുസൃതമായിട്ട് ബാങ്ക് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ നിയമാനുസൃതമായി ബാങ്കിന് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം. കസ്റ്റമറുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിലും അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. വെൻ ദർ ഈസ് ആൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് കൺസെൻറ്റ് ഓഫ് ദ കസ്റ്റമർ. കൺസെൻറ്റ് റൈറ്റിങ്ങിൽ കൊടുത്തിരിക്കണം. ഡിസ്ക്ലോഷർ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതുജന താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണ് എങ്കിൽ ബാങ്ക് അത് പ്രൊവൈഡ് ചെയ്യണം. ഡിസ്ക്ലോഷർ ഇൻ ബാങ്കേഴ്സ് ഓൺ ഇൻട്രസ്റ്റ്. ബാങ്ക് തന്നെ
ബാങ്കിൻ്റെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ലോയർക്കോ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അതും ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഫെലോ ബാങ്കറുടെ റിക്വസ്റ്റ് പ്രകാരം കസ്റ്റമറുടെ കൺസെൻറ്റോട് കൂടി കസ്റ്റമറുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാം. ഡിസ്ക്ലോഷർ ഇൻ റെസ്പോൺസ് ടു എൻക്വയറീസ് ഓഫ് ഫെലോ ബാങ്കർ വിത്ത് കൺസെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. ഫെലോ ബാങ്ക് എന്ന് പറയുന്നത് ഒരേ ഡീലിങ്സ് നടത്തുന്ന മറ്റു ബാങ്കുകളാണ്. സെയിം ബിസിനസ് നടത്തുന്ന മറ്റു ബാങ്കുകളെയാണ് ഫെലോ ബാങ്കർ എന്ന് പറയുന്നത്. ഈ ഫെലോ ബാങ്കർക്ക് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കേഴ്സ് കോർട്ടസിയുടെ പുറത്താണ്. അതിനെയാണ് ബാങ്കേഴ്സ് കോർട്ടസി എന്ന് പറയുന്നത്. ഈ സാഹചര്യങ്ങളിലൊന്നും അല്ലാതെ ബാങ്ക് കസ്റ്റമറുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ബാങ്ക് കസ്റ്റമർക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് പ്രോപ്പർ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. ബാങ്ക് കസ്റ്റമറുടെ ഒരു പ്രോപ്പർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം ബാങ്കറുടെ ഒബ്ലിഗേഷൻസ് ആണ്. അടുത്തത് സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്നത് രണ്ടാമത്തെ കേസ്, റൈറ്റ്സ് ഓഫ് എ ബാങ്കർ. പ്രധാനമായും 4 തരത്തിലുള്ള റൈറ്റ്സ് ആണ് ബാങ്കിന് കസ്റ്റമറുടെ മേൽ ഉള്ളത്. റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, റൈറ്റ് ടു ചാർജ് കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ് എക്സെട്ര. ആദ്യത്തേത് റൈറ്റ് ഓഫ് ലീൻ. ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീൻ ഈസ് ദ റൈറ്റ് ഓഫ് ദ ക്രെഡിറ്റർ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് or any other assets belonging to the debtor to retain them until the debt is repaid. ഡെറ്റർ കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കുന്നത് വരെ ഡെറ്ററുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് പിടിച്ചു വെക്കാനുള്ള ക്രെഡിറ്ററുടെ അവകാശമാണ് ലീൻ എന്ന് പറയുന്നത്. ലീനിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 171 സെക്ഷനിലാണ്. 2 തരത്തിലുള്ള ലീൻ ഉണ്ട്. ജനറൽ ലീൻ ആൻഡ് പർട്ടിക്കുലർ ലീൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ലീൻ. ജനറൽ ലീൻ എന്ന് പറയുന്നത് when party is entitled to retain the goods belonging to another party until all the dues are discharged is called general lien. ഡെറ്റർ കൊടുക്കാനുള്ള തുക കൊടുക്കുന്നത് വരെ ഡെറ്ററുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി പിടിച്ചു വെക്കാനുള്ള ക്രെഡിറ്ററുടെ റൈറ്റാണ് ജനറൽ ലീൻ എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് ലീൻ ജനറൽ ലീൻ ആണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് എ ജനറൽ ലീൻ ഓർ ഇംപ്ലൈഡ് പ്ലെഡ്ജ്. ബാങ്കേഴ്സിൻ്റെ ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനാണ്. അതിന് ഇംപ്ലൈഡ് പ്ലെഡ്ജ് എന്നും പറയുന്നു. കസ്റ്റമർ കൊടുക്കാനുള്ള തുക കൊടുത്തു തീരുന്നത് വരെ കസ്റ്റമറുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി പിടിച്ചു വെക്കാനുള്ള ബാങ്കിൻ്റെ അവകാശമാണ് ബാങ്കേഴ്സ് ലീൻ. ബാങ്കേഴ്സ് ലീൻ ആപ്ലിക്കബിൾ അല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സേഫ് കസ്റ്റഡി ആർട്ടിക്കിൾസ്. ലോക്കറിൽ വെച്ച സാധനങ്ങളുടെ പുറത്ത് ബാങ്കേഴ്സ് ലീൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് പിടിച്ചു വെക്കാൻ പാടില്ല. ഡോക്യുമെൻറ്റ്സ്, മണി, സെക്യൂരിറ്റീസ് എക്സെട്ര ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക് ഫോർ സ്പെഷ്യൽ പർപ്പസ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഡോക്യുമെൻറ്റ്സ്, മണി, സെക്യൂരിറ്റീസ് എല്ലാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തും ബാങ്കേഴ്സ് ലീൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾസ് ലെഫ്റ്റ് നെഗ്ലിജൻ്റ്ലി വിത്തിൻ ദ ബാങ്ക് പ്രിമൈസസ്. ബാങ്കിനുള്ളിൽ കസ്റ്റമറുടെ ഏതെങ്കിലും ഒരു സാധനം അറിയാതെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സാധനം പിടിച്ചു വെക്കാനുള്ള അവകാശവും ബാങ്കിനില്ല. ഇമ്മെച്വർ ഡെറ്റ്. കാലാവധിയാകാത്ത ഒരു ഡെറ്റ്, മെച്വർ ആവാത്ത ഒരു ഡെറ്റ് പിടിച്ചു വെക്കാനുള്ള അധികാരം ബാങ്കിനില്ല. അതായത് ഇമ്മെച്വർ ആയിട്ടുള്ള ഡെറ്റിൻ്റെ പുറത്ത് ബാങ്കിന് കിട്ടാനുള്ള ക്യാഷ് ഈടാക്കാൻ പാടില്ല. അടുത്തത്, ലോൺ ഗ്രാൻറ്റഡ് ടു 1 person ആൻഡ് ദ സെക്യൂരിറ്റീസ് ആർ ഓൺ ഓർ മോർ പേഴ്സൺ. ലോണ് കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിക്കാണ്. ലോണിന് ഈട് വെച്ചിരിക്കുന്ന വസ്തു ഒന്നിലധികം ആൾക്കാരുടെ ആണ് എങ്കിൽ, ഓണർഷിപ്പിലാണ് എങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയും പിടിച്ചു വെക്കാനുള്ള അധികാരം ബാങ്കിനില്ല. കാരണം ബാങ്ക് ലോണ് കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിക്കാണ്, സെക്യൂരിറ്റി ഒന്നിലധികം ആൾക്കാരുടെ പേരിലാണ്. അങ്ങനെയുള്ള സെക്യൂരിറ്റീസും പിടിച്ചു വെക്കാനുള്ള അധികാരം ബാങ്കിനില്ല. ഈ കേസുകളിലൊന്നും ബാങ്കേഴ്സ് ലീൻ ആപ്ലിക്കബിൾ അല്ല. രണ്ടാമത്തേത്, സ്പെഷ്യൽ ലീൻ ഓർ പർട്ടിക്കുലർ ലീൻ. പർട്ടിക്കുലർ ലീൻ ഈസ് അവൈലബിൾ ഓൺലി ടു ദ ക്രെഡിറ്റർ against those goods in respect of which he has rendered some services. ഒരു പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർവീസ് ചാർജ് കിട്ടുന്നത് വരെ ആ പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള അധികാരമാണ് സ്പെഷ്യൽ ലീൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ലീൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 170
പർട്ടിക്കുലർ ലീനിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ പർട്ടിക്കുലർ ലീൻ ഈസ് എ റൈറ്റ് ടു റീറ്റെയിൻ പർട്ടിക്കുലർ പ്രോപ്പർട്ടി വിത്ത് ദ പർട്ടിക്കുലർ ഡെറ്റ് ഈസ് റീപെയ്ഡ്. ഇതാണ് റൈറ്റ് ഓഫ് ലീൻ. രണ്ടാമത്തേത് റൈറ്റ് ടു സെറ്റ് ഓഫ്. രണ്ട് അക്കൗണ്ടുകൾ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം. എ ബാങ്കർ പ്രോസസ് ദിസ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് വിച്ച് ഇനേബിൾസ് ഹിം ടു കമ്പൈൻ ടു അക്കൗണ്ട്സ് ഇൻ ദ നെയിം ഓഫ് ദ സെയിം കസ്റ്റമർ and to adjust the debit balance in one account with the credit balance of the other. ഒരു കസ്റ്റമറുടെ ഡെറ്റ് ഡ്യൂ ആവുകയും അതേ കസ്റ്റമറുടെ വേറൊരു അക്കൗണ്ടിൽ ക്യാഷ് അവൈലബിൾ ആവുകയും ചെയ്യുമ്പോൾ ആ രണ്ട് അക്കൗണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് ഈ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. കമ്പൈനിങ് ടു അക്കൗണ്ട്സ്, വൺ ഹാവിംഗ് ഡെബിറ്റ് ബാലൻസ് ആൻഡ് വൺ ഹാവിംഗ് ക്രെഡിറ്റ് ബാലൻസ്. റൈറ്റ് ടു സെറ്റ് ഓഫ് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ചില കണ്ടീഷൻസ് ബാങ്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തേത്, എ നോട്ടീസ് മസ്റ്റ് ബി സെൻഡ് ടു ദ കസ്റ്റമർ റിഗാർഡിംഗ് ദ പ്രോസസ്. ഈ സെറ്റ് ഓഫ് ചെയ്യുന്ന കാര്യം അറിയിച്ചുകൊണ്ട് കസ്റ്റമർക്ക് ഒരു നോട്ടീസ് സെൻഡ് ചെയ്യണം. ബോത്ത് ദ അക്കൗണ്ട്സ് മസ്റ്റ് ബി ഇൻ ദ നെയിം ഓഫ് സെയിം പേഴ്സൺ. ഈ ഡെബിറ്റ് ബാലൻസ് ഉള്ളതും ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതും ഈ രണ്ട് അക്കൗണ്ടും ഒരേ ആളുടെ പേരിലുള്ളത് ആയിരിക്കണം. This right can be exercised only when debts are due. ഡെറ്റ് ഡ്യൂ ആയാൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഡെറ്റ് ഡ്യൂ ആവുന്നതിന് മുൻപ് ഇങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തേത് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. ഒരു കസ്റ്റമർക്ക് ഒരു ബാങ്കിൽ ഒന്നിൽ കൂടുതൽ ലോൺ ഉള്ള സാഹചര്യത്തിൽ റീപേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഏത് ലോൺ അക്കൗണ്ടിലേക്കാണ് ആ എമൗണ്ട് പോകേണ്ടത് എന്ന് പറയാനുള്ള പ്രഥമ അധികാരം കസ്റ്റമർക്കാണ്. അപ്പം ഫസ്റ്റ് അപ്രോപ്രിയേഷൻ റൈറ്റ് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് കസ്റ്റമർക്കാണ്. ഇനി റീപേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ ബാങ്കർക്ക് ഈ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ വിനിയോഗിക്കാനുള്ള അവകാശമുണ്ട്. അതായത് പേയ്മെൻറ്റ് എമൗണ്ട് ഏതൊക്കെ ലോൺ അക്കൗണ്ടിലേക്ക് എത്രയൊക്കെ പോകണം എന്ന് ബാങ്ക് തന്നെ തീരുമാനിക്കും. ബാങ്ക് ഈ അപ്രോപ്രിയേഷൻ നടത്തുന്നത് ക്ലേറ്റൺസ് റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റഡ് ആസ് പെർ ഡയറക്ഷൻ ഇഷ്യൂഡ് ഇൻ ക്ലേറ്റൺസ് കേസ്. ബാങ്ക് ഷുഡ് ബി അപ്രോപ്രിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫിഫോ ഓർ ക്രോണോളജിക്കൽ ഓർഡർ. ക്ലേറ്റൺസ് റൂൾസിന് അനുസരിച്ച് എങ്ങനെയാണ് ബാങ്ക് ഈ അപ്രോപ്രിയേഷൻ നടത്തുന്നതെന്ന് ചോദിച്ചാൽ അത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ആദ്യം എടുത്ത ലോണാണ് ആദ്യം അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത്. ബാക്കി വരുന്ന എമൗണ്ട് രണ്ടാമത്തെ ലോൺ അക്കൗണ്ടിലേക്കും പിന്നെയും ബാക്കിയുള്ള എമൗണ്ട് മൂന്നാമത്തെ ലോൺ അക്കൗണ്ടിലേക്കും അപ്രോപ്രിയേറ്റ് ചെയ്യാം. ഇതാണ് ബാങ്കിൻ്റെ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. നാലാമത്തേത് റൈറ്റ് ടു ചാർജ് വേരിയസ് ചാർജസ്. അതായത് ഇൻട്രസ്റ്റ്, കമ്മീഷൻ, ബ്രോക്കറേജ്, ഇൻസിഡൻ്റൽ ചാർജസ് തുടങ്ങിയ വേരിയസ് ചാർജസ് ഈടാക്കാനും ബാങ്കിന് അവകാശമുണ്ട്. റൈറ്റ് ടു ചാർജ് വേരിയസ് ചാർജസ്. അപ്പോൾ റൈറ്റ് ഓഫ് എ ബാങ്ക് ഇതിൽ വരുന്നത് റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ടു സെറ്റ് ഓഫ്, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, റൈറ്റ് ടു ചാർജ് കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ് എക്സെട്ര. ബാങ്കിൻ്റെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും ആണ് ഈ സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്നത്. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ജനറൽ റിലേഷൻഷിപ്പും സ്പെഷ്യൽ റിലേഷൻഷിപ്പുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.